നമ്മുടെ RC ഡിഫൻഡറിൻ്റെ പാർട്ട് 3 വീഡിയോ, നമ്മുടെ മോഡിഫിക്കേഷൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മേജറായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന 3 മോഡിഫിക്കേഷൻ. അത് ആദ്യം വരുന്നത് നമ്മുടെ വണ്ടിയുടെ ബമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഫ്രണ്ട് ആൻഡ് റെയർ ബമ്പർ ഇപ്പോൾ വരുന്ന സ്റ്റോക്കായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കാണ്. അത് മാറ്റിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റാലിക് ബമ്പേഴ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ മെറ്റാലിക് ബമ്പേഴ്സ് വരുന്നത് കേട്ടോ. ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി ബമ്പറാണ്. നല്ല പെയിൻറ്റിങ്ങാണ് വരുന്നത്. ഇവിടെ വിഞ്ച് വെക്കാനുള്ള സ്പേസും ഉണ്ട്, എക്സ്ട്രാ LED കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിയുള്ള സ്പേസ് നമുക്ക് ഡ്രിൽ ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇതിൻ്റെ ടൂൾസാണ്. നമുക്ക് തുറന്ന് നോക്കാം. മേജറായിട്ട് വരുന്ന സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ അടുത്തൊരു സെറ്റ് ഓഫ് ആക്സസറി, പിന്നെ വരുന്നത് ഇതിൽ വെക്കാനുള്ള LED ലൈറ്റ്സ്. പിന്നെ ഇതെന്താണ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കും. ഇത് അങ്ങനെ കണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് ബമ്പർ ജസ്റ്റ് സ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് കുറേ സ്ക്രൂ ഒക്കെ ആക്ച്വലി ഇവർ തന്നിട്ടുണ്ട്. എന്തിനാണ് നമുക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ വെക്കാനായിട്ടായിരിക്കും. ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, വിഞ്ച് പ്ലേറ്റ് വെക്കാനുള്ളതും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. LED ലൈറ്റിൻ്റെ ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തൽക്കാലം അവസാനം വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് തൽക്കാലം വിഞ്ച് നമുക്ക് അടുത്ത ദിവസം സെറ്റ് ചെയ്യാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇത് വെഞ്ചിന് വരുമ്പോഴേക്കും ഒത്തിരി ഇലക്ട്രിക്കൽ വർക്ക് വരും. നമുക്ക് മിക്കവാറും ബോക്സ് ഒക്കെ തുറക്കേണ്ടി വരും, കാരണം വയറിംഗ് ഉള്ളതായതുകൊണ്ട്. അത് നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. തൽക്കാലം നമുക്ക് ബമ്പേഴ്സ് എല്ലാം സ്യൂട്ട് ചെയ്യാവേ. ഇത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം രസമുള്ള ലുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇരുന്ന് സ്റ്റോക്കായിട്ടുള്ള ബമ്പർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇരുന്ന് സ്റ്റോക്കായിട്ടുള്ള ബമ്പർ. അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴേക്കും നല്ല രസമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റൽ വന്നു കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു ഡമ്മി വിഞ്ചാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി രസമുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഹെഡ്ലൈറ്റിന് ഒരു സെപ്പറേറ്റ് ഗാർഡ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്രാഷ് ഗാർഡ് കുറച്ചും കൂടെ ഇതുണ്ടോ, കുറച്ചും കൂടെ പൊങ്ങിയ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മേളിലേക്ക് നിൽക്കും. പിന്നെ ഇതെല്ലാം മെറ്റലാണ് വരുന്നത്. ഇതിനൊക്കെ നമുക്കൊരു ചെറിയ പ്ലേ കൊടുക്കുവാണെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഒക്കെ വരും. പിന്നെ കുറച്ച് നാൾ മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനൊക്കെ ചെറിയൊരു മൂവ്മെൻറ്റ് വരും. ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, റെയറും കൂടെ സ്യൂട്ട് ചെയ്യാം. അപ്പോൾ റെയർ ഇപ്പോൾ ഇരിക്കുന്ന പീസ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുണ്ടല്ലോ, ഇതാണ് റെയർ ഇരിക്കുന്ന പീസ്. ഇത് ഫുള്ളി പ്ലാസ്റ്റിക്കാണ്. ഇതുണ്ടോ, ഓൾറെഡി ഇവിടെയൊക്കെ ഒരഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കൂടെ മാറ്റിയിട്ട് നമുക്ക് മെറ്റാലിക് കൊടുക്കാം. റെയർ ബമ്പർ കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ LED ലൈറ്റ്സും കൂടെ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വയറിങ് പരിപാടി തീർക്കായിരുന്നു. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് എടുക്കുക, അതിനുശേഷം ഈ ഒരു ഹോളിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ഈ ഒരു ക്ലാമ്പിന്
ഈ ഒരു സൈഡിൽ കൂടെ കയറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് റൊട്ടേറ്റ് അല്ല ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല സോറി, നമുക്ക് വേണ്ട സൈഡിൽ കൂടെ കയറ്റുക, റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട്, ഇതിനെ നന്നായിട്ട് ടൈറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ലൈറ്റ് അവിടെ ടൈറ്റ് ആയിട്ട് നോളും. ഇത് കണ്ടല്ലോ, ഇത്രയാണ് പുറത്ത് നോക്കി നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് രണ്ടും കൂടെ കോമൺ ആയിട്ട് ഒരു കണക്ഷനാണ് വരുന്നത്. എല്ലാം ഏകദേശം ഒരു ഇതുണ്ട്, നമ്മുടെ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മൾ ബമ്പറിനെ എടുക്കുന്നു, കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വയർ നമുക്ക് പെർമനൻ്റ്ലി ഇത് മൗണ്ട് ചെയ്യേണ്ടതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ ലുക്ക്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ, ഇവിടെ സിൽവർ വരുന്നുണ്ട്. സെയിം നമ്മുടെ ഹൗസിങ്ങുമായിട്ട് നല്ല മാച്ചാണ്. നമ്മുടെ വണ്ടിക്ക് ഫുൾ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് വരുന്നത്. കണ്ടല്ലോ കുഞ്ഞുമരത്തിന് അപ്പം കാണിക്കാൻ പോയി വീടിക്കകത്തത്. ആ കാറെന്തി, അപ്പയുടെ കാറെന്തി. ഇതാണ് സ്റ്റോക്കായിട്ട് വന്ന നമ്മുടെ ബാക്കിലെ ബമ്പർ. ഇനി നമ്മൾ മേടിച്ചിരിക്കുന്ന ബമ്പർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അൺബോക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ബമ്പറിൻ്റെ ആക്സസറീസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് ബാക്കിലെ ബമ്പർ. ഇതവിടെ ഇരിക്കട്ടെ. ഇതതിൻ്റെ ആക്സസറീസാണ്. ഇതിനകത്ത് വരുന്നത് ഒരു ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലത്തെ കൂട്ട് തന്നെ, എക്സ്ട്രാ സ്ക്രൂ വരുന്നുണ്ട്. ഇത് നമ്മുടെ ശരിക്കും ട്രെയിലറിൻ്റെ ആക്സസറീസാണ് കേട്ടോ. നമ്മൾ ഫ്യൂച്ചറിൽ ട്രെയിലർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസറീസാണ് വരുന്നത്. 1 2 3 പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബാക്കിലെ ബമ്പറിൽ വരുന്നത്. നമുക്കിതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമ്മൾ ഈ ഒരു ഹോളിലേക്ക്, അതിനുശേഷം ലൈറ്റിൻ്റെ അഡാപ്റ്റർ ഇതാണ് വരുന്നത്. ഇതിനെ ജസ്റ്റ് പ്രസ് ചെയ്ത് ലൈറ്റിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ടൈം എടുക്കുന്നത്. പിന്നെ ആക്സിലിൻ്റെ പണിയൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. ലൈറ്റ്സിൻ്റെ വർക്കൊക്കെ ശരിക്കും നമുക്ക് അത്രയും സമയമെടുത്ത് അത്രയും ടൈം കൺസ്യൂമിങ് അല്ല കേട്ടോ. ഇതേ അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ ബാക്കിലത്തെ ബമ്പർ അടിപൊളി. ഇതുണ്ടോ, നല്ല റിയലിസ്റ്റിക് അല്ലേ, ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ ഫ്രണ്ട് ബമ്പർ. അപ്പോൾ ഇത് ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ശരിക്കും മെറ്റൽ ബമ്പേഴ്സ് വെക്കുമ്പോഴേക്കും അത് കാണാനായിട്ട് അയ്യോ ഇവിടെ ഒരാൾ അപ്പയെന്ന് വിളിക്കുന്നു. കുഞ്ഞുമറിയം വിളിച്ചേ, അപ്പേനെ വിളിച്ചേ, അപ്പ വിളിച്ചേ. അപ്പാ നമ്മൾ എവിടെ പോവാ? പാർക്കിൽ പോവാന്ന് പറ. ആ പാർക്കിൽ പോവാ. ആടിനെ കാണാൻ, ബബുവിനെ കാണാൻ, കാക്കനെ കാണാൻ. ആ ഞങ്ങൾ പോവാ കേട്ടോ. ഞങ്ങൾ പാർക്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി എടുത്ത് നമ്മുടെ കാറിനകത്ത് വെക്കട്ടെ. ഇത് കണ്ടോണം, ഞാനും കുഞ്ഞുമറിയും കൂടി അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിയാണ്. അമ്മ ഈസ് ഓൺ ഡ്യൂട്ടി അല്ലേ കുഞ്ഞുമറിയാം? അമ്മ എവിടെ പോയേക്കുവാ? അമ്മ ഡ്യൂട്ടിക്ക് പോയേക്കുവാന്ന് പറ. ഡ്യൂട്ടിക്ക് പോയേക്കുവാ കേട്ടോ അമ്മ. അപ്പോൾ ഇത് രസമാണ്. നമ്മളിനിയിപ്പം നമ്മുടെ RC ഡിഫൻഡറിനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോ, വണ്ടിക്കകത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ടോ. മെറ്റൽ ബമ്പേഴ്സ് വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടെ വിഞ്ച് വരും. നമ്മുടെ വിഞ്ച് ഫ്ലോപ്പ് ആയിരുന്നു, ഞാൻ പറഞ്ഞു വിട്ടു. നമ്മൾ പുതിയ വിഞ്ച് മേടിച്ച് ഒറിജിനൽ ട്രാക്സസിൻ്റെ വിഞ്ച് മേടിച്ച് നമ്മൾ വെക്കും കേട്ടോ. മറ്റേ നമ്മുടെ വിഞ്ച് കട്ട ഫ്ലോപ്പായിരുന്നു. എന്തായാലും ഈ ഒരു മെറ്റൽ ബമ്പർ വെച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു റിസൾട്ട് നമുക്ക് പാർക്കിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം അല്ലേ കുഞ്ഞുമറിയം? അങ്ങനെ ഞാനും കുഞ്ഞുമറിയും കൂടെ ഒരു പാർക്കിൻ്റെ നടുക്ക് വന്നിട്ട് നമ്മൾ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകും അല്ലേ കുഞ്ഞുമറിയം? ബബുവിനെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ
ബൗബുവിനെ കണ്ടു ഞങ്ങൾ കേട്ടോ. ഇവിടെ കാക്കയുണ്ട്, ഇഷ്ടംപോലെ കാക്കയുണ്ടെന്ന് പറഞ്ഞേ. ആ കാക്കയുണ്ട്, തത്തയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്ക്, വിറ്റിൻഷോ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മിണ്ടായിരിക്കാം ഇത് കേട്ടോണേ. ഇത് കേട്ടോ, ഇതിനകത്ത് ഫുള്ള് കിളികളും കാര്യങ്ങളൊക്കെയാണ്. എന്തോ കുഞ്ഞോ, ഇവിടെ ഫുള്ള് കിളികളും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടിയുടെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞുമറിയും കൂടെ 5 ഡ്യൂട്ടി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, വണ്ടിയുടെ മെറ്റൽ ബമ്പേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നല്ല രസമായി വണ്ടി. ഓക്കെ, ഇത് കണ്ടോ, റെയർ ബമ്പറും മെറ്റലായി. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിലും വഴി വണ്ടി ഇങ്ങനെ ഓടിച്ചു നടക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം കുഞ്ഞുമറിയെ സമ്മതിക്കുവാണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. സോറി, ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇച്ചിരി ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട്. കുഞ്ഞോ പോയാലോ? പോകാം. താഴെ വിടാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ മണലാണല്ലോ. അപ്പോൾ നമുക്ക് പോവാം. പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി തള്ളിയാൽ മതി കേട്ടോ. ഇവിടെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് ഞാൻ കൊടുത്തിട്ടില്ല, 2 എക്സ്ട്രാ ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 2 എക്സ്ട്രാ ഹെല്ലേഡ് ലൈറ്റും കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വിഞ്ചിൻ്റെ ബാർ വരുന്ന ഒഫീഷ്യലി ഒറിജിനൽ വരുന്ന കൂട്ട് തന്നെ വരുന്നത്. പക്ഷേ വിഞ്ചും നമുക്ക് പുതിയത് മേടിച്ച് വെക്കണം. വിഞ്ച് വെക്കാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചാസിയിലോട്ടും മൗണ്ട് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് ആയില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ മേജറായിട്ട് വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽസ് നമുക്ക് മാറ്റണം. ഇതിപ്പോൾ 2 ഇഞ്ചിൻ്റെ വീൽ കിടക്കുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 2.1 2.2 എന്തോ ആണ്. നമ്മളത് 1.9 അലോയി ആൻഡ് വീൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ചേഞ്ച് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ഓടിച്ച് കാണിച്ചിട്ടാണ് കേട്ടോ. Righto, mate.